ഈ ഒരു സംഭവം ഇത്രയും ഡിലേ ആവാൻ ഒരു മെയിൻ റീസൺ അമ്പത്തൂരില്ല. അമ്പത്തൂരിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തോണ്ട്. സത്യം ഫ്രം ദ ബിഗിനിങ് അവൻ ഇത് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യാന്ന് എന്റെ അടുത്ത് ആദ്യമേ വന്ന് പറഞ്ഞതാണ് അവൻ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഒരിക്കലും അമ്പത്തൂരിനെ നമ്മുടെ ഇന്ന് എത്രയും നാളത്തെ പരിപാടികളിലൊക്കെ രായൻ അത്രയും വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ടി വിക്ക് ഒരു ലെവൽ വെച്ചിട്ടുണ്ട് അവൻ രായൻ ഈ ഇവന്റ്സിലും എല്ലാം. അപ്പൊ പെട്ടെന്ന് ഒരാള് അത് വന്ന് റീപ്ലേസ് ചെയ്യാന്നല്ല ഞാൻ പറയണത്, എന്നാലും അത് ഏറ്റെടുത്ത് ചെയ്യാൻ ഒരു ഉത്തരവാദിത്വം മനസ്സും കാണിക്കാന്ന് പറഞ്ഞ അമ്പത്തൂര് നേരമെന്ന് എൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പം ഇങ്ങനൊരു റിവ്യൂയിലേക്ക് ഇത് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, സത്യം പറയാലോ. ഇവിടെ ആരുടെ ഒരാളുടെ എക്കോ അടിക്കുന്നുണ്ട്, ഒന്ന് ഓഫ് ചെയ്യോ? അത് ആരുടെയാന്ന് വെച്ചാ ബ്രോയുടെ ആണെന്ന് തോന്നുന്നു, ഗിത്താർ വായിക്കുന്ന ബ്രോ. ഒന്ന് അതെ അമ്പോ ഇവിടെ ഇല്ലല്ലോ. അവൻ ഇപ്പോഴും വിളിച്ച് ഓരോ അപ്ഡേറ്റിന്റെ പോലെ അടുത്തതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ ഇതിനു വേണ്ടി ഇരിക്കുവാണ്. നമ്മളെ എല്ലാവരുടെയും എന്റെ സൈഡിൽ നിന്ന് അതുപോലെ ടി വിയിലെ എല്ലാവരുടെ ഒരുപാട് താങ്ക് യു. നിങ്ങൾക്ക് ഇസട്രിയിലുള്ള എല്ലാവർക്കും പൊന്നാ, നിനക്ക് പ്രത്യേകിച്ച് നിക്കോബ്രോ, ബാക്കി കുറെ പേരുണ്ട്, എനിക്ക് എല്ലാവരുടെയും പേര് അറിഞ്ഞൂടാ, അതുകൊണ്ടാ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇസട്രിയിലുള്ള എല്ലാവരും ക്രൂവിനോട്. ആൻഡ് ഇത് നിങ്ങളുടെ ഫസ്റ്റ് GTA വർക്കാണല്ലേ വണ്ടി? അല്ല, നമ്മുടെ നിക്കോബ്രോയുടെ സൈഡില് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ചെയ്തതാണ്. അപ്പം കുറച്ച് ഫൈനൽ ഒരു ഗ്യാങ് വണ്ടി വർക്ക് ചെയ്തായിരിക്കും. ഫൈനൽ വണ്ടി അതെ, എന്റെ ലാസ്റ്റ് ഗ്യാങ് വണ്ടി. അത് എന്താ പറയാ, ഇറ്റ്സ് എ ഹോണർ. ലൈക്ക് നിങ്ങൾ ഇത്ര നല്ല സാധനം ചെയ്തു തന്നിട്ട് പോവാന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു ആക്ച്വലി ഐ ആം ഹോണർഡ്. ഐ ആം റിയലി ഹോണർഡ്. നിങ്ങളുടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഐ ആം റിയലി ഹാപ്പി. ഇന്ന് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഐ ലിറ്ററലി ഹാഡ് ഗൂസ് ബംപ്സ്. എന്റെ വണ്ടി തന്നെ, ഞാൻ ഒരു ഡിസൈൻ ചെയ്ത വണ്ടി തന്നെ ആ ഒരു ഇതിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്കിപ്പോഴും അത് ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. അത്രക്ക് ക്രേസി മാൻ, ക്രേസി. ലൈക്ക് കുറെ പേര് സിമിലാരിറ്റീസ് പറയാൻ ചാൻസ് ഉണ്ട്. ആ സിമിലാരിറ്റീസ് പറയുന്നതല്ല, നിക്കോബ്രോ ചെയ്ത വണ്ടിക്ക് തന്നെ ആയിരിക്കും ചിലപ്പോ സിമിലാരിറ്റീസ് പറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ. സിഗ്നേച്ചർ, അത് എന്റെ ഒരു സിഗ്നേച്ചർ ആയതുകൊണ്ട്. മേളിലുള്ള ഗ്രില്ലാതോ? മേളിലുള്ള ഗ്രില്ലാതോ? ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് ടൈം തരണേ. ഞാൻ നിങ്ങളെ വേറൊരു കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ സിറ്റിക്കകത്തോട്ട് കയറാവേ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വണ്ടി പുള്ളി റിയൽ ലൈഫിൽ ഇത് എങ്ങനെയാ ബിൽഡ് ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക്? ജസ്റ്റ് ഞാനിതൊന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വണ്ടി റിയൽ ലൈഫിൽ പുള്ളി ബിൽഡ് ചെയ്തത് ദേ ഇങ്ങനെയാ. നിങ്ങൾ പറഞ്ഞോ ബാക്കി എന്താന്ന് വെച്ചാ. ഇറ്റ്സ് എ 6x6. ഞാൻ പറയല്ലേ ഗയ്സ്, ഇതിലെ ഈച്ച് ആൻഡ് എവരി സ്ക്രൂ നട്ട് വരെ പുള്ളി പണിതാണ്. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച നിക്കോബ്രോ, ഇതാണ് ആ വണ്ടി. ഇതിന് ലിവറി കൊടുത്തിരിക്കുന്നതാണ് ആ വണ്ടി. ലിറ്ററലി ഈ ഒരു വണ്ടി നമ്മുടെ ഈ ഇൻസൈഡ് ഈ ഗെയിമിനകത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ബിൽഡ് ചെയ്തതാണ്. ആൻഡ് ബാക്കി പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് സിറ്റിയിലോട്ടൊന്ന് കേറി കേട്ടോ. ഒരു സെക്കൻഡ് എന്റെ അടുത്തൊന്ന് മാറിക്കണേ, ഒന്ന് മാറിക്കണേ പ്ലീസ്. അയ്യോ ഇത് മാറ്റി ഇവർക്ക് സംസാരിക്കാനുണ്ട് ഈ റെക്സ് ടീമിന്, മാപ്പ് ചെയ്ത ടീമിന്. ഓക്കെ ഓക്കെ, നമ്മളെ മാപ്പ് ചെയ്തത്. സോ നമ്മളെ ഒരു ഫസ്റ്റത്തെ ഇന്നാണ് ലോഞ്ച് സത്യം പറഞ്ഞ കസ്റ്റംസിന്റെ. അടിപൊളി വർക്കായിരുന്നു, കിടിലം വർക്കായിരുന്നു. നമ്മൾ ആക്ച്വലി നമുക്ക് ഈ ഒരു എനിക്കറിയാം നിങ്ങൾക്ക് ഈ സ്റ്റേജ് ഇതൊക്കെ ചെയ്യാൻ വളരെ ലിമിറ്റഡ് ടൈമേ കിട്ടിയിട്ടുള്ളെന്ന്. അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഓൾറെഡി. അപ്പോൾ ഈ ഇവന്റിന് നമുക്കൊരു നല്ലൊരു ഡീസന്റ് ഒരു കിടലൻ ഒരു സ്റ്റേജ് പ്ലസ് ഒരു നല്ല വീഡിയോ, അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് സാധനം. അത് നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്തു തന്നതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്. അറിയാം, അമ്പത്തൂരെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇവന്റിൽ. അവൻ തിരിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം ഇത് നമ്മൾ ആൾക്കാർക്ക് പ്രോമിസ് കൊടുത്തിട്ട് ഒരുപാട് നാളായി.
അപ്പൊ ഒരു ന്യൂ ഇയർ ബിഗിനിങ് ഫ്രം ദ പീക്കിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഈ സാധനം ഇന്ന് തന്നെ നമ്മൾ വെച്ചത്. അപ്പൊ എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്, മീൻസ് എ ലോട്ട്. നമ്മളിപ്പം നമ്മൾ കസ്റ്റമേഴ്സിന് 70x റെക്സ് എന്ന രീതിയിലാണ്. ഓക്കെ 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 ഓക്കെ. കസ്റ്റമേഴ്സിന്റെ പേരാണോ 70? പേടിക്കണ്ട നാളത്തെ പേര് പറ. പിന്നെ okay. എക്സ്ലാൻഡിസ് കേട്ടില്ല ഒച്ചത്തി. എക്സ്ലാൻഡിസ് എക്സ് റെക്സ് എക്സ് 70x എല്ലാരും ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? കസ്റ്റംസ് നെയിം റെക്സ് കസ്റ്റംസ്. പൊന്ന ഈ വണ്ടി ആക്ച്വലി കോപ്പറേറ്റ് പ്രൊട്ടക്റ്റഡ് അല്ലേ? അതെ അതെ, നമ്മൾ ഈ വണ്ടിക്ക് കോപ്പറേറ്റ് വെച്ചേക്കുന്ന 5M മോഡലിനല്ല, നമ്മൾ ഡിസൈനിലാണ് മോഡൽ വെച്ചേക്കുന്നത് കോപ്പറേറ്റ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടിക്കകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊപ്പൈലും പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടി കാണാം. വാ, ഇനി ഡിലേ ആക്കണ്ട. എങ്ങോട്ടാ വരണ്ടേ? നേരെ പോയിട്ട് റൈറ്റ്. സാമ്പിളൊക്കെ നീ ഇടണ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് പണിതാണെന്ന് പറയണം. മേളില് നീലയ്ക്ക് വരെ പച്ച അടിച്ചിട്ട് പറയണം ഞാൻ രാപ്പകലില്ലാതെ പണിതാണെന്ന് കേട്ടാ. നിങ്ങൾ ഈ മെക്കയ്ക്ക് വീഡിയോ കണ്ട ക്വാളിറ്റി അല്ല, വീഡിയോ കണ്ട ഹൈറ്റും അല്ല ഈ വണ്ടിക്ക്. ഈ വണ്ടിക്ക് ഒരു ക്യാരക്ടർ കണ്ട, ഇത് കണ്ട, ഇത്രേ ഉള്ളൂ. ഒരു ക്യാരക്ടർ ഇത്രേ ഉള്ളൂ. ഇതൊരു ബീസ്റ്റ്. ഈ വണ്ടി നിങ്ങളെ വെട്ടത്തിൽ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഈ വണ്ടിയുടെ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. എടാ ഒന്ന് കണ്ണാപ്പി ഒന്ന് ഇറങ്ങിയടാ, ഒന്ന് ഇറങ്ങിയടാ. ഇന്റീരിയർ നോക്കണം, സ്റ്റിയറിംഗ് വീൽ എല്ലാം. ഇതിന്റെ ഇന്റീരിയർ കസ്റ്റം ചെയ്തതാണ്. ഇത് ഫുള്ളി എല്ലാം വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. ഇതുണ്ടോ, ഞാൻ RPM കൊടുക്കുന്നതിനനുസരിച്ച് RPM മീറ്റർ ഓടുന്നുണ്ടോ? ചെറിയ മാറ്റമുണ്ട്. വണ്ടിയുടെ ലുക്ക് പിന്നെ ഇതൊന്ന് വെട്ടത്തിൽ ബാക്കിൽ ഇവിടെ നിന്ന് നോക്കി കണ്ട, ഇത് കണ്ടോ? പൊന്നോ, ഇനി ടർഫൊക്കെ ഒരു പിടിയുണ്ടല്ലേ? അല്ല അല്ല, ഇത് മറ്റേ ചന്തയിൽ കയറ്റി വെക്കാൻ പറ്റും. ഇവിടെ കണ്ടിട്ടില്ല അത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡ് പോലെയാണ്, ഒരു വണ്ടിയാണ് ഇത് ആക്ച്വലി. പുള്ളി ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾക്ക് 3D ഇതൊക്കെ കേൾക്കാൻ താല്പര്യം പുള്ളിക്ക് ഒരു സ്പേസ് കൊടുക്കും ഇന്നെ ലൈവില്. അതിനിപ്പം താല്പര്യമുള്ള ഗെയിം അല്ലാതെ അപ്പാർട്ട് ഫ്രം ഇതിന്റെ ഒരു എഫേർട്ട് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് അറിയണം. കാരണം നമ്മൾ കുറെ വണ്ടി ഇറക്കുന്നു, അത് ആൾക്കാർ ലീക്ക് ആവുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഈ ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിലൊക്കെ എന്തിരിക്കുന്നു, ഇവനൊക്കെ ഒരു ഗെയിം അല്ലേ, ഒരു ഗെയിമിലെ കാറല്ലേ, ഒരു ടോയ് അല്ലേ എന്നൊക്കെ പറയും കുറെ പേര്. പക്ഷെ ഇതിന്റെ പുറയിലുള്ള എഫേർട്ടും പുറയിലുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ അതെന്തായാലും ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ ലൈവില്. പുള്ളിക്ക് ആ ഒരു സ്പേസ്. പക്ഷെ ഞാനിത് പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറയാ, ബ്രോ ഞാനിത് ലൈവില് ഞാനിത് കാണിച്ചു തരാം, ഞാനിത് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും, അപ്പോൾ ബ്രോയ്ക്ക് കൂടുതൽ വർക്ക്സ് ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുക, ഈകളെ ഇതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ എൻ്റെ അവസാനത്തെ വണ്ടി ചെയ്യണത്, ഇനി ഒരു വണ്ടി ചെയ്യുന്നില്ലെന്ന്. എനിക്ക് ഇത് ശരിക്കും പുള്ളി പാഷന്റെ പുറത്ത് അടുത്ത വണ്ടിലോട്ട് പോകാം. ഞാനൊരു കാര്യം പറയട്ടെ, വണ്ടിക്ക് തിരിക്കുമ്പോഴാണ് സൈസ് മനസ്സിലാവണേ അല്ലേ? ഇത് ദൂരെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, ഇത് ഒരു 2 പേര് 3 പേരൊക്കെ ഈ വണ്ടി കൊണ്ട് കുത്തി അവന്മാര് പേടിച്ച് മുള്ളും. അവന്മാര് ഈ വണ്ടി ദൂരെ നിന്ന് ഓടി വരുന്ന കാണുമ്പോ തന്നെ പേടിയായി പോകും അവന്മാർക്ക്. നോക്കണ്ട ഇത് കണ്ട ഫ്ലോർ താത്ത അടുത്ത എങ്ങോട്ടാ? ഇങ്ങോട്ട് നമ്മള് കൂടിയിരിക്കുന്ന സ്ഥലത്തോ ഇറക്കട്ടെ.
Guys, in game this is a beast. എല്ലാം നാളത്തേക്ക് സെറ്റ് ചെയ്യിക്കാം. Okay, okay. Guys, എൻ്റെ അകത്ത് കളർ നോക്കണം കേട്ടോ. എൻ്റെ അകത്ത് വേറെ കളറായിട്ടേ വരത്തുള്ളൂ. എൻ്റെ ഈ ഇതിട്ടേക്കുന്നുണ്ട്. ഈ ബ്ലാക്കിന് വരെ എൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡായിരിക്കും വരുന്നത്. മറ്റേതൂടെ ഒന്ന് സ്പോൺ ചെയ്തേ. നോർമൽ GTA ഗ്രാഫിക്സ് ഇടാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് ഇത് ഇടുമ്പോ എന്തോ പോലെ ഇത് ഈ ഒരു ഇതിന് എന്തോ റിഫ്ലക്ഷൻ ഭയങ്കര ഇത് കൂടുതലാ. ഇതാണ് അതിന്റെ ലിഫ്റ്റഡ് ആയിട്ടുള്ള വേർഷൻ. ഇതാണ് എൻ്റെ അകത്തുള്ള കളർ നിങ്ങൾ നോക്കേണ്ട. ബ്രൈറ്റ്നസിന്റെ ആണ്. ബ്രൈറ്റ്നസ് ഇനിയും കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ബ്രൈറ്റ്നസ് 0.5 ആക്കിയാലും കാര്യം ഇല്ലടാ. അത് ആ വണ്ടിയിൽ വരുന്ന ഷെയ്ഡാണ്. ആ വണ്ടിയിൽ വരുന്ന ഷെയ്ഡാ. ഞാൻ വണ്ടിക്കകത്താ കാറോടെ വലിച്ചുള്ള 280 ID. കണ്ടോ, ഇതിപ്പോ ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഓക്കെ എടാ വണ്ടി എടുത്തിട്ട് പോലെടാ. ഞാൻ കാണിച്ചോട്ടാ എല്ലാരെയും ഒന്ന്. എടാ ഇങ്ങനെ ചെയ്യലടാ. ഒന്ന് വണ്ടി എടുത്ത് പോലെടാ. ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഒരു വണ്ടിയുടെ ഉണ്ടല്ലോ അതോടെ എടുത്തിട്ട് കണ്ടോ ഗൈസ്. എന്റെ ഇത് എങ്ങനെ ഓഫ് ചെയ്യുന്ന ഗൈസ്? ഓക്കെ ഇത് കാണാനൊട്ട് ഇതിനകത്ത് കളർ ഭയങ്കര ശോകോടാ. ഇതിനകത്ത് എനിക്ക് വേറെ എന്തോ കളറായിട്ടാ കാണിക്കണേ ഈ വണ്ടി. നമ്മുടെ വണ്ടിയുടെ കളറായിട്ടല്ല കാണിക്കണേ. നോക്കട്ടെ, ഈ 2 വണ്ടികൾ ഞാൻ ലീവ് അടിച്ചു കളയാം. മറ്റേ 2 വണ്ടികളാണ് ഒറിജിനൽ. ഈ വണ്ടിയുടെ ഹാൻഡ്ലിങ് ചെയ്തിരിക്കുന്ന ടോമിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടിയുടെ ഹാൻഡ്ലിങ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ള വാറുകളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് നോക്കാം. ഇത് എൻ്റെ അകത്ത് വേറെ കളറായിട്ടാണ് തോന്നുന്നത്. വേറെ ആരെങ്കിലും നിങ്ങൾ വേറെ ആരെങ്കിലും ഒന്ന് POV കണ്ടു നോക്കണേ. എൻ്റെ അകത്ത് വേറെ കളറായിട്ടാണ് കാണുന്നത്. അത് ഞാൻ ഓഫ് ചെയ്തടാ. ഇത് കൊള്ളൂല. എനിക്കത് ഇതിനകത്ത് കണ്ടിട്ട് കൊള്ളൂല. ആൻഡ് ഇതാണ് മെക്ക. മെക്ക ഈസ് എ ബീസ്റ്റ്. ഇതിന് ഷെയ്ഡിങ് കുറച്ച് ഈ ഞാൻ ഇട്ടേക്കുന്ന ഗ്രാഫിക്സ് മോഡിന് ഷെയ്ഡിങ് കുറച്ച് ഭയങ്കര ഇതായിട്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇതെന്താടാ ഈ ഓടിപ്പോണേ? അപ്പൊ ഹാൻഡ്ലിംഗ് സെൽഫി അല്ലേ? അല്ല, പേര് പറയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാ. ആണോ? എന്റെ പേര് പറയല്ലേ? ഇല്ല പറയുന്നില്ല. ഒരെണ്ണത്തിന് വലിപ്പം കുറച്ച് അധികമായി പോയി, ഒരെണ്ണത്തിന് വലിപ്പം കുറച്ച് കുറഞ്ഞു പോയി കേട്ടാ. ഹാൻഡിങ് നല്ല രസമുണ്ടാ. നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ. കിട്ടില്ല. ഓടിച്ചു നോക്കണേ. എടാ ആ ഷിന്നൊന്ന് വാസോണ്ട് കൊടുക്കോ. ആ ഷിന്നും തന്നടാ. എനിക്കൊന്ന് തന്നെ ഷിന്നും തന്നെ. അതിന്റെ ഹാൻഡ്ലിംഗ് ഒന്ന് നോക്കിയാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഭയങ്കര അടിപൊളിയാണ്. ഓഫ് റോഡൊക്കെ ഒന്ന് നല്ല സ്ലോയിൽ ഓടിച്ചു നോക്കണേ. ഞാൻ വിളിക്കാം. വന്ന് കേറല്ലേ? അയ്യോ ഹാൻഡ്ലിംഗ് ആ ഒരു നല്ലൊരു ഭയങ്കര അത്യാവശ്യം റിയലിസ്റ്റിക്. എനിക്ക് ഇവന് ഒരു അപ്പി മോഡ് ഇട്ട് തന്നിട്ടേ ഇതിന്റെ കളറൊക്കെ ചമ്മന്തി പോലെയായി എനിക്ക്.
ഇതിനെക്കാട്ടിലും ഡിഫോൾട്ട് ആണ് നല്ല. ഞാൻ ഉള്ളാരെയും പറയില്ല. എന്റെ POV നോക്കിയിട്ട് അണ്ണന്റെ POV നോക്കുമ്പോ എനിക്ക് ഡിഫോൾട്ട് ഭയങ്കര അടിപൊളിയായിട്ട് കാണുന്നു. സത്യം. എടാ നിന്റെ POV ഒന്ന് സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുത്തേ ഈ വണ്ടിയുടെ കളർ ഒന്ന്. വെയിറ്റ്. ഈ വണ്ടിയുടെ കളർ അവൻ സ്ട്രീം ചെയ്ത് തരും. അവന്റെ ഒരു അപ്പി മോഡ് വണ്ടിയുടെ ഒക്കെ കളറേ മാറിപ്പോയി. ഇതാ OG. ഇതാണ് വണ്ടിയുടെ കളറും വണ്ടിയുടെ ലുക്കും. അയ്യോ അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പാട്. ഇതാണ് വണ്ടിയുടെ കളറ്. അതെ ലിവർ ഇതല്ല കേട്ടോ, ലിവർ ഞാൻ നാളെ മാറ്റി കേട്ടോ. ലിവറി വേറെയാണ് കേസ്, ലിവറി വേറെയാണ്. എന്നാ മറ്റേ മെക്കയും കൂടെ കാണിച്ചു കൊടുത്തടാ. പിന്നെ മറ്റേ 4x4 എന്തോ ഒരു കേറുന്നതിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്, അതും കൂടെ നാളെ സെറ്റായി. അതും കൂടെ കയറ്റി സിറ്റി വരുമ്പോഴത്തേക്കും എല്ലാം ഫിക്സ് ആയിരിക്കും. ഡീറ്റെയിലിംഗ് ആണ് ഞാൻ നോക്കണേ. നീ മെക്കന്ന് കാണിച്ചു കൊടുത്തല്ലേ? മെക്കന്ന് കാണിച്ചു കൊടുത്തേ. ഞാനില്ല വണ്ടിയുടെ ഡീറ്റെയിലിംഗ് ഞാൻ ഡീറ്റെയിലിംഗ് കാണിച്ചു കേട്ടെ അവർക്ക്. ഡീറ്റെയിലിംഗ് കണ്ട വണ്ടിയുടെ ആടാ ഞാൻ പുറത്താ ഇതുണ്ടാ. വെയിറ്റ് ഞാൻ FEP കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഒരു കാര്യം. വെയിറ്റ് 400 കോടി ബാങ്കില്. ഇല്ല ഇതിനകത്തല്ല, മറ്റേനകത്താണ് FEP-ല്. മെക്കലാണല്ലോ. മെക്കയിലാണ്. എടാ മെക്കുന്നുണ്ടെന്ന്. കാരണം ഈ വണ്ടി ഓൾറെഡി നല്ല സൈസ് ഉണ്ട് ബോഡിക്ക്. സെക്കൻഡറി കളർ ഇട്ടിട്ട് വരാവോ ഇങ്ങോട്ട്? സെറ്റാണ് മറ്റേ സെറ്റാണ്. ഇപ്പൊ അങ്ങോട്ട് പോയി മെക്കൊന്ന് വരാവോടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഞാൻ എന്റെ പിങ്കിലോട്ട് ആ ബാക്കിലുള്ള മെക്ക. നേരെ വാ. ഷെഡിലെത്താനടാ ഓടിക്കുന്നത്. എടാ ഹലോ എടാ ഞാൻ ഇവിടെ നിക്കുന്നുണ്ടടാ. ഈ പിങ് ഉണ്ടടാ. അതായത് 847 കൊണ്ടുവരാവോ? മെക്ക ഉള്ള ഒരാള് 847